അപ്പോസ്തലനായ പൗലോസിൻ്റെ ഏറ്റവും വലിയ വിജയം ശുശ്രൂഷയിൽ അടുത്ത തലമുറയെ വളർത്തിയെടുത്തതാണ്. എനിക്ക് ശേഷം ആരും വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡല്ല, എനിക്ക് ശേഷം വചനം പറയുവാൻ, എനിക്ക് ശേഷം ശുശ്രൂഷിപ്പാൻ, എനിക്ക് ശേഷം സഭ നടത്തുവാൻ, എനിക്ക് ശേഷം പ്രാർത്ഥിപ്പാൻ ഒരു കൂട്ടരുണ്ടായിരിക്കണം എന്നൊരു വെളിപ്പാടോടെ വേണം നാം ഈ മണ്ണിൽ ജീവിക്കുവാൻ. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ എന്നോട് പറയുകയാണ്, ക്രിസ്തുയേശുവിൻ്റെ നല്ല കഷ്ടം സഹിക്കുക. He is extending an invitation to Timothy to be a soldier for Christ. Not only a soldier, he need to suffer for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു പടയാളിയാകുവാൻ അവനെ ക്ഷീണങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിക്കുമ്പോഴാണ് സ്വർഗം നമുക്കൊരു ടൈറ്റിൽ തരും, വിശ്വസ്തന്മാർ. ആ വിശ്വസ്തന്മാരോട് സ്വർഗം പറയുന്നു, ഭയപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. നേരെ പകൽക്കാലം അല്ലെ നമ്മുടെ ജീവിതയാത്രയിൽ അല്ലെ നാം സഹിക്കുന്ന സകല നിന്ദകളും വേദനകളും ഒക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് വിശ്വസ്ത സാക്ഷി എന്ന നിലയിലേക്കാണ്. അങ്ങനെ തിമോത്തിയോസിനെ പൗലോസ് ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി പട്ടാളത്തിലേക്ക് എടുക്കാൻ പോകുകയാണ്. സ്വർഗീയ സൈന്യത്തിൻ്റെ, ഇന്നലെ രാത്രിയോടുകൂടെ പറഞ്ഞ സ്വർഗീയ സേനകളുടെ നായകനാണ് നമ്മുടെ കർത്താവ്. സ്വർഗീയ സൈന്യത്തിലേക്ക് നമ്മളെ അംഗങ്ങളായി ചേർക്കാൻ പോകുകയാണ്. സോൾജിയേഴ്സ് ഓഫ് ദ പെന്തിക്കോസുകാർക്ക് വലിയ അനുഭവമൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലെ, യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് രണ്ടാമത്തെ കാര്യം, അത് വേറെ കാര്യം. നമ്മൾ ഏതായാലും ദൈവമക്കളാണ്, ക്രിസ്തുവിന് വേണ്ടി പോർക്കളത്തിൽ നിൽക്കുന്ന പോരാളികളാണ്. അങ്ങനെ പട്ടാളത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ലോകപ്രകാരം ഒരു പടയാളി, നിങ്ങൾ ഈ പലരും ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്തൊരു കാണുമായിരിക്കും, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ഡിഫൻസിൻ്റെ സെൻറ്റർ തന്നെയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഈ പട്ടാളിത ദൈവത്തിന് ഇരിക്കാൻ പറ്റിയ ഒരു ഹൃദയം നമുക്കുണ്ടാവുന്നതാണ്. പ്രൈസ് അതിന് രണ്ടാം വാക്യം പറയുന്നത്, പക്ഷെ അവൻ എല്ലാവരും നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. ദൈവമക്കളെ, ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നമുക്ക് വേണ്ടത് നിങ്ങളുടെ പിറന്ന സാഹചര്യവും വീടും വയലും തോട്ടത്തിൻ്റെ എണ്ണമല്ല, നല്ല സാക്ഷ്യമുള്ളവരായി ജീവിച്ചോണം. God is expecting a group of people, they can present themselves holy, hallelujah, before the Lord. ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധരായി നിൽക്കണം. അതിൽ കുറഞ്ഞൊരു സാക്ഷ്യം ദൈവത്തിന് നമ്മെക്കുറിച്ച് വേണ്ടാന്ന്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. 3 സാക്ഷ്യമാണ്. ഒന്ന്, സ്വന്തം മനസാക്ഷി. എന്തൊക്കെ നമ്മൾ ആരുടെ മുമ്പിലൊക്കെ വിളമ്പിയാലും മനസാക്ഷിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ഞാൻ ഈ പറയുന്നത് ശരിയാണോ? ഇനി അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ചുമ്മാ അത് ആരും ഇല്ലാത്തപ്പോൾ മുറി അടച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ചോദിക്കണം, ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന്. ആ കണ്ണാടി നിങ്ങളോട് തിരിച്ചു പറയും, നിങ്ങൾ പറയുന്ന മുഴുവൻ തെറ്റാണെങ്കിൽ. അപ്പം സ്വന്തം മനസാക്ഷിയോടൊരു സാക്ഷ്യം. 2, മനുഷ്യരാൽ നല്ല സാക്ഷ്യം പ്രാപിക്കണം. നാട്ടുകാർ പറയണം ഇവൻ നല്ലവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യരാൽ നല്ല സാക്ഷ്യം പ്രാപിക്കണം. 1 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം സാക്ഷ്യം പറയുകയാണ്, ഞങ്ങളിൽ നിങ്ങളുടെ ഇടയ്ക്കൽ വന്നപ്പോൾ ഞങ്ങളുടെ ദുരുപായമോ ദ്രവ്യാഗ്രഹമോ ഇല്ല എന്നതിന് ആര് സാക്ഷി? ദൈവം സാക്ഷി. നമ്മളെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയണം, ഇവൻ അത്യാഗ്രഹിയല്ല, ഇവൻ ദുരുപായം പ്രയോഗിക്കുന്നതിനല്ല, വാവിഷ്ണക്കാരനല്ല എന്നതിന് ആര് സാക്ഷ്യം പറയണം? ദൈവം സാക്ഷ്യം പറയണം. അതിൻ്റെ 10-ാം വാക്യം 1 തെസ്സലോനി 2-ന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രതയോടും നിർമ്മലതയോടും ഹൃദയവിശുദ്ധതയോടും നടന്നുവെന്നതിന് ദൈവവും നിങ്ങളും സാക്ഷി. പ്രസംഗിക്കാൻ മാത്രമല്ല, വീട്ടിൽ കയറ്റാനും കൊള്ളാവണമെന്ന് ആര് സാക്ഷ്യം പറയണം? കൂട്ടത്തിലുണ്ട് എല്ലാവരും എൻ്റെ? ദൈവം സാക്ഷ്യം പറയണം. മനുഷ്യരാലും ദൈവത്താലും നല്ല സാക്ഷ്യം പ്രാപിക്കണം. നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യോബിനെ കുറിച്ചൊക്കെ ആരാ സാക്ഷ്യം പറയുന്നത്? ദൈവം ആരോടാ പറഞ്ഞത്? ഉറക്കെ പറഞ്ഞാട്ട്. സഭയിലൊക്കെ എന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ഫാസ്റ്റ് ചിലപ്പം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ശവസംസ്കാരത്തിനൊക്കെ അങ്ങനെയാണല്ലോ, ആരെന്തോ പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, നമുക്കറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. കാരണം നമുക്ക് നിന്ന് പിഴച്ചു പോകണ്ടേ. പക്ഷേ ദൈവം ആരോടാ സാക്ഷ്യം പറഞ്ഞത്? പിശാചിനോട്. എന്നെ നോക്കി പിശാചിനോട് ദൈവത്തിന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നൊരു ചങ്കൂറ്റം തന്നെ. ഹല്ലേലൂയ. എൻ്റെ ദാസൻ, ഐ ഹാവ് എ മാൻ ഇൻ ദ ലാൻഡ് ഓഫ് ഊസ്. എനിക്ക് യോബ് എന്നൊരു മനുഷ്യൻ എവിടെ ഉണ്ട്? ഊസ് പട്ടണത്തിലുണ്ട്. ദൈവത്തിന് എന്നെ നോക്കി അങ്ങനെ പറയാൻ പറ്റുമോ? ഒക്ലഹോമയിൽ എനിക്കൊരാളുണ്ട്, ഹൂസ്റ്റണിൽ എനിക്കൊരാളുണ്ട്, ഡാളസിലൊരാളുണ്ട്, ഇന്ത്യയിൽ ഒരാളുണ്ട്. എൻ്റെ പേര് പറഞ്ഞിട്ട് പിശാചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്കൊരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ഹല്ലേലൂയ, യഹോവ ഭക്തൻ, അവനെപ്പോലെ ആരുമില്ല. എത്ര വലിയ സാക്ഷ്യമാണ്! ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കണം, മനുഷ്യരാൽ സാക്ഷ്യം പ്രാപിക്കണം, സ്വന്തം മനസാക്ഷിക്ക് സാക്ഷ്യം പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വാട്ട് വി കോൾ, വി ആർ ഹോണേഡ് ബൈ ഗോഡ്. ദൈവത്താൽ മാനിക്കപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കോ ദൈവസഭയുടെ മുന്നിൽ നിൽക്കാനോ യോഗ്യതയില്ല. പക്ഷേ ദൈവം പാരമ്പര്യമല്ല നോക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. 2 സ്തോത്രം ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16:10. ഒരു പടയാളിയൊക്കെയായി തീരണമെങ്കിൽ എന്താ വേണം? നല്ല ധൈര്യം വേണം. അല്ലേ? എന്നെ തോക്ക് കാണുമ്പോൾ ഓടുന്നവനൊന്നും ഇവിടെ നിൽക്കത്തില്ല, പട്ടാളത്തിലെടുക്കത്തില്ല. സ്തോത്രം. നല്ല ധൈര്യശാലി ആയിരിക്കണം. അല്ലേ? ദൈവമക്കൾ നല്ല ബോൾഡ് ആയിരിക്കണം. പക്ഷേ തിമോത്തിയോസിനെ നോക്കാം, ഹൗ വാസ് ഹിസ് ക്യാരക്ടർ. 1 കൊരിന്ത്യർ 16:10.
ഇനി അവിടെ നിൽക്കട്ടെ. ആ വാക്യം ചോദിച്ചതിൻ്റെ പിൻബലം എന്താണ് ഈ പാസ്റ്റർ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് അറിയണ്ടേ? ഈ പൗലോസ് സ്ഥാപിച്ച സഭയാണ് കൊരിന്ത്യ സഭയെന്ന് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിലുണ്ട്. പൗലോസ് സ്ഥാപിച്ച് ഏകദേശം 18 മാസം അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചു. അവിടെ അത് കഴിഞ്ഞ ശേഷം വൈഭവമുള്ള അപ്പല്ലോസ് എന്ന പാസ്റ്റർ പിന്നീട് അവിടെ പാസ്റ്ററായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഇപ്പോൾ വളരെ കൃപാവരത്തിൽ ഒരു കുറവുമില്ലാത്ത വചന നിശ്ചയമുള്ള, കാരണം ഒരാൾ പ്രവചിക്കുമ്പോൾ അടുത്ത ആൾ പിന്നെ അതിനെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ഒക്കെ ഒത്തിരി ശുശ്രൂഷ നടക്കുന്നത്. അങ്ങനെ നിനക്ക് സഭയിലൊക്കെ വലിയ പാടാ പോയി നിന്ന് ഉറക്കെ പറഞ്ഞാണ് പ്രസംഗിക്കാനൊക്കെ വലിയ പാടാണ്. പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്നത്, ബൈബിൾ കോളേജിൽ പോയി പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് വലിയ പാടുള്ള കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വലിയ സ്പിരിച്വലി റിച്ച് ചർച്ചാണ് ഇത് കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭയിലേക്ക് ഒരാഴ്ച ഞായറാഴ്ച നമ്മുടെ ഭാഷ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുക, പ്രസംഗത്തിന് വേണ്ടി ആരെ പറഞ്ഞു വിടുകയാണ് പൗലോസ്? തിമത്തിയോസിനെ. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഒരു കത്ത് കൊടുത്ത് വിട്ട് നേരത്തെ സെക്രട്ടറിക്ക്, അച്ചായ ഈ ആഴ്ച നമ്മുടെ യുവ സഹോദരൻ തിമത്തിയോസാണ് നിങ്ങളുടെ സഭയിൽ പ്രസംഗിക്കാൻ വരുന്ന ഉടനെ വാച്ചൊന്നും പൊക്കി കാണിച്ച് സമയമായെന്നൊന്നും പറയരുത്. ബൈബിളിൻ്റെ സിപ്പെല്ലാം അടച്ചിട്ട് സമയമായെന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. കാരണം അവൻ ആരാ? ഭയമുള്ളവരെന്ന് വായിച്ചാട്ട് ഇനി വായിച്ചു. തിമത്തിയോസ് നിങ്ങളുടെ ഇടയിൽ വന്നാൽ യു മേക്ക് ഷുവർ ദാറ്റ് ഹീ ഈസ് നോട്ട് ബി സ്കെയർഡ് ഓഫ് എനിത്തിങ്. നിർഭയനായിരിക്കും എന്ത് ചെയ്യണം? അപ്പോൾ ഹി വാസ് എ മാൻ ഓഫ് ടിമിഡിറ്റി. അപ്പം ഭയമുള്ളവനായിരുന്നു ആര്? തിമത്തിയോസാണ്. 4 പേരെ കണ്ടാൽ പേടിച്ചു പോകുന്ന, 4 പേര് ഒച്ച വെച്ചാൽ പേടിച്ചു പോകുന്ന, പാസ്റ്റർ ഇങ്ങനാണോ എന്നൊക്കെ ചോദിച്ചാൽ ഭയപ്പെടുത്തുന്ന, അങ്ങനെ ഒരു പേടിത്തൊണ്ടനായിരുന്നു ചുരുക്കം പറഞ്ഞ ആര്? അങ്ങനെയുള്ള തിമത്തിയോസിനെയാണ് കൊരിന്ത്യ സഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആര് പറഞ്ഞയക്കുന്നത്? പൗലോസ് പറഞ്ഞയക്കുന്നത്. പക്ഷെ നോക്കണം, എന്നിട്ടും അല്ലല്ല ഇത്രയൊക്കെ പ്രശ്നവും ഭയവും ഉണ്ടായിട്ടും പാവം പോയല്ലോ. അത് അനുസരണം എന്ന് പറയുന്നത്. തൊട്ട് താഴെ ഉണ്ട് ഒരു വാക്യം കൂടെ വായിക്കാം, 12-ാം വാക്യം. എന്നാൽ അപ്പല്ലോസ് എന്ന് പറഞ്ഞാൽ മുമ്പ് അവിടുന്ന് ശുശ്രൂഷകനായ അപ്പല്ലോസിനോട് പൗലോസ് ഒരിക്കൽ പറഞ്ഞായിരുന്നു. അപ്പല്ലോസ് എന്ന് പറഞ്ഞാൽ ഹീസ് എൻ എലക്വന്റ് സ്പീക്കറാണ്. വളരെ നന്നായിട്ട് വാക്ഭാവികത്തോടെ പ്രാസം ഒപ്പിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ള, യഹൂദന്മാരുടെ സകല ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നല്ല നിശ്ചയമുള്ള ഒരു പ്രാസംഗികനും പ്രഭാഷകനുമാണ് ആര്? അപ്പല്ലോസ്. അപ്പല്ലോസിനോടൊന്ന് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്? ആ ആ 1-2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു. അപ്പല്ലോസേ, നമ്മൾ പണ്ടിരുന്ന സഭയല്ലേ, ഒന്ന് വല്ലപ്പോഴും ഒന്ന് ശുശ്രൂഷിക്കണം. ഒരു പ്രാവശ്യം ഇരുന്ന സഭയെ തിരിച്ചു വരാൻ പാസ്റ്റർമാർക്ക് മടി, അതുകൊണ്ടായിരിക്കാം. അതുപോലെ അപ്പല്ലോസിനോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പോയി അവരെ ഒന്ന് കാണണേ, വിസിറ്റ് ചെയ്യണേ. പുള്ളിക്ക് ഇപ്പോൾ പോകാൻ ഒട്ടും മനസ്സായില്ല. പിന്നെ ഒരു അവസരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസ് നടക്കട്ടെ, ആ സമയത്ത് ഞാൻ അതിലൊന്ന് തലയൊന്ന് കാണിച്ചേക്കാം. നോക്ക്, ഒരുവനാണെങ്കിൽ കഴിവുള്ളവനാണ്, മിടുക്കനാണ്, അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ളവനാണ്, അവൻ മടി കാണിച്ചു മാറി നിൽക്കുമ്പോൾ ഭയവും പേടിയുള്ളവൻ ധൈര്യത്തോടെ അല്ലെങ്കിൽ ആജ്ഞയനുസരിച്ച് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല പറഞ്ഞു വന്നത്. ഒന്ന്, അവൻ്റെ കൾച്ചർ അല്ലെങ്കിൽ അവൻ്റെ പാരമ്പര്യം ഒരു ക്വാളിഫൈഡ് അല്ലായിരുന്നു. 2, ഭയമുള്ള ഭീരുത്വമുള്ള ഒരു യൗവനക്കാരനായിരുന്നു തിമത്തിയോസ്. മൂന്നാമത് വായിക്കാം. ഇനി ഒരു പട്ടാളക്കാരന് വേണ്ടി അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അല്ലേ? പക്ഷെ നോക്കൂ, ഒന്ന് തിമത്തിയോസ് 5:23 വാക്യം. 1 Timothy 5:23. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ ഇൻഡൈജഷൻ നിമിത്തം 2 കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം കൂടെ അല്ലെങ്കിൽ കട്ടിയുള്ള ആഹാരമൊക്കെ വീഞ്ഞു കുടിച്ചു കൊള്ളുക എന്ന അർത്ഥത്തിലാണ്. തെറ്റിദ്ധരിക്കത്തില്ല. എനിക്ക് പിന്നെ നല്ല എൻ്റെ മുന്നിലിരിക്കുന്ന സമൂഹം ആത്മീയ പ്രാഗൽഭ്യമുള്ള പ്രാവീണ്യമുള്ളവരാണ് ഞാൻ പറയുകയാണ്. അപ്പം ഈ പുള്ളിക്ക് നല്ലൊരു പാസ്റ്റർക്ക് ഭക്ഷണം കഴിച്ചാൽ ദഹിക്കണം, അതിനുള്ള യോഗ്യത പോലും ഇല്ല. ഒരു മുട്ട കഴിച്ചാൽ പോലും ഇൻഡൈജഷനാണ്. പിന്നെ എങ്ങനെ ഈ പുള്ളിയെ വല്ലയിടത്തും പറഞ്ഞു വിടുന്നത്? ആലോചിച്ച് നോക്കിയല്ലേ, ഈ ഇൻഡൈജഷനാണ്. നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ 2 ചോട് നടന്ന പുള്ളിക്ക് കൂടെയുള്ള ക്ഷീണം. 2 സ്റ്റെപ്പ് നടന്നാൽ പിന്നെ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് അടുത്ത വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ആളിനെയാണ് എന്തിനു വിളിക്കുന്നത്? ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായിട്ട്. സോ ഫിസിക്കലി ഹി വാസ് നോട്ട് ഫിറ്റ്, mentally he was not able, and traditionally he was not fit to be a part of the kingdom of God. ദൈവരാജ്യത്തിൻ്റെ ഒരു പരിധിക്കകത്ത് കൊണ്ടുവരുവാനും ശാരീരികമായോ മാനസികമായോ പാരമ്പര്യമായിട്ടോ അടിസ്ഥാന യോഗ്യതകളില്ലായിരുന്നു. പക്ഷേ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹി. ഇന്ന് പകൽക്കാലം ചിലരെ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഉയർത്തിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ശരീരത്തിൻ്റെ കെടുതികൾക്കപ്പുറത്ത് നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. മനസ്സിനെ പിടിച്ചു വെച്ചിരിക്കുന്ന, മുറിവേൽപ്പിച്ചിരിക്കുന്ന ഭീതിയുടെ തടവറയിൽ നിന്ന് ഇന്ന് പകൽക്കാലം ചിലതിനെ പുറത്തെടുക്കത്ത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഏതോ മുറിവേറ്റ വിഷയനിമിത്തം, ഏതോ പാരമ്പര്യത്തിൻ്റെ വിഷയനിമിത്തം, ഏതോ കുടുംബത്തിനകത്തുണ്ടായ വിഷയങ്ങൾ നിമിത്തം മാറി നിന്നുപോയ, അകറ്റിക്കളഞ്ഞ, ഒറ്റപ്പെടുത്തിക്കളഞ്ഞ പദ്ധതികളെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അതിനെ നോക്കി വെല്ലുവിളിക്കുവാൻ ചിലതിന് കരുത്തു പകരുന്ന പകൽക്കാലമാണെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? റേബാല വൈഷമന ഹതരാധകന, എൻ്റെ അടിസ്ഥാന യോഗ്യതകൾ അല്ലെ സ്വർഗം നോക്കുമ്പോൾ ലോകം വിധി എഴുതിയ തള്ളിയതിനെയൊക്കെ ഇന്ന് പകൽ ആത്മാവിൽ ജയിച്ചു മുന്നേറുവാൻ ദൈവം ചിലതിന് കരുത്ത് തരുമാറാകട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ തിമോത്തിയോസ് എങ്ങനെ ഇതിനെ അതിജീവിച്ച് നമുക്കറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ച സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറയേണ്ടത്. ഒന്ന്, ഹൗ ഡിഡ് ഹീ ഓവർകം ഇറ്റ്, എങ്ങനെയാണ് തൻ്റെ അയോഗ്യതകളെ താൻ അതിജീവിച്ചത്. രണ്ട്, ദൈവം അതിനെ എങ്ങനെ അവനെ ബലപ്പെടുത്തി. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനാണ് അല്ലേ തുടർന്നുള്ള സമയങ്ങളിൽ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്ന്, ദൈവം എങ്ങനെ താൻ എങ്ങനെ അതിനെ അതിജീവിച്ചു. 5 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. എങ്ങനെയാണ് താൻ അതിനെ അതിജീവിച്ചത് നമുക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷയിൽ ഓർപ്പിക്കാം. ഒന്ന്, 2 തിമോത്തിയോസ് 1:3. ഇനി 2 തിമോത്തിയോസിൽ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്. 2 തിമോത്തി chapter 1:3. പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയിൽ whenever I kneel down to pray for you, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, പൗലോസ് ഈ പ്രസംഗവും തിരക്കും യാത്രയൊക്കെ ഉണ്ട്. കപ്പലിൽ കൂടെ യാത്ര, കരയിൽ കൂടെ യാത്ര, പിന്നെ അല്ലെങ്കിൽ ഒത്തിരി യാത്രകളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. എന്നിട്ടും വ്യക്തിപരമായി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. യു നീഡ് ടു പ്രേ ഫോർ ദ പീപ്പിൾ. ഇവിടെ തന്നെ പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കർത്താവിൻ്റെ ദാസൻ ആ വിഷയത്തെ വളരെ ഉത്ബോധിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് കുറച്ച് നേരം കൂടി പ്രാർത്ഥന മുന്നോട്ട് പോയെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനും ആശിക്കുന്നു. കുഴപ്പമില്ല. എനിവേ, പ്രാർത്ഥിച്ചു കഴിഞ്ഞും പ്രാർത്ഥനയ്ക്ക് അവസരങ്ങളുണ്ടല്ലോ. പേരെടുത്ത് പ്രാർത്ഥിക്കണം ചിലർക്ക് വേണ്ടിയൊക്കെ. വി നീഡ് ടു നെയിം സർട്ടൻ പീപ്പിൾ. എല്ലാവർക്കും നമുക്ക് എളുപ്പമാണ്. കർത്താവേ, ഞങ്ങൾ ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി. എന്ത് എളുപ്പമാണ്. നാട്ടുകാർ നമുക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാലോ? നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങളുടെ പേര് പറഞ്ഞ ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി? പ്രൈസ് ദി ലോർഡ്. 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ളെങ്കിലും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സഭയിൽ ഞങ്ങൾക്ക് തന്നെ ഇവിടെയുള്ള പ്രോത്സാഹം, ഞങ്ങളുടെ സഭയിലൊക്കെ കുറച്ച് ആൾക്കാർ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും എല്ലാവരുടെയും പേരൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. എന്നാലും അറിയാവുന്ന, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു 10 പേരുടെ പേര് മനസ്സിൽ കുറിച്ചുകൊണ്ട് നടക്കണം. അടുത്ത 10 പേർക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ്. ഇനി ഒരാളെ കാണുമ്പോൾ കൈ കൊടുത്തിട്ട് ഒരു സ്തോത്രം പറയുമ്പോൾ പേരൻ ചോദിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ഒരു വാക്കി പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അവരുടെ മനസ്സിന് എന്തൊരു ആശ്വാസമാണെന്നറിയാം. ഇവിടെ പറഞ്ഞു വരുന്നത്, പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച ഉടനെ അവൻ്റെ മുമ്പിലേക്കൊരു രൂപം തെളിഞ്ഞു വരുന്നു. എന്താണ്? തിമോത്തിയോസിൻ്റെ രൂപം. നിൻ്റെ കണ്ണുനീർ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹി വാസ് എ മാൻ ഓഫ് ടിമിഡിറ്റി. ആരോഗ്യം കുറവാണ്, പാരമ്പര്യം ഹല്ലേലൂയ അഭിമാനമുള്ളതല്ല, പക്ഷേ പ്രാർത്ഥന ഒരു ശീലമായിരുന്നു. എങ്ങനെയാണ് എൻ്റെ പ്രതിസന്ധികളെ ഞാൻ അതിജീവിച്ചത്? കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾക്ക് ഉടമസ്ഥനായിരുന്നു തിമോത്തിയോസ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, വിശ്വാസ ജീവിതയാത്ര പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുവാൻ വേറെ മാർഗമൊന്നും ആത്മീയ ജീവിതത്തിലില്ല ദൈവമക്കളെ. കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകളാണ് ദൈവസഭയുടെ അടിസ്ഥാനവും ആരോഗ്യവും. ഇന്ന് രാവിലെ നമുക്കത് ആത്മാവിൽ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. കൂട്ടമായുള്ള പ്രാർത്ഥനയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂടിവരവുകൾക്കായി സ്തോത്രം. കൺവെൻഷനുകൾക്ക്, ക്രൂസൈഡുകൾക്ക്, റിവൈവൽ മീറ്റിങ്ങുകൾ, എല്ലാറ്റിനും കർത്താവിന് നന്ദി പറയുന്നു. എന്നാൽ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ കണ്ണുനീർ പൊഴിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഹല്ലേലൂയ. ഒരു പേഴ്സണൽ പ്രയർ വി നീഡ് ടു. ഹല്ലേലൂയ. അതൊരു സ്ഥലത്ത് ഒരു ക്ലോസറ്റിനകത്ത് കയറി ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഹല്ലേലൂയ പാവിരിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പറ്റിയെന്ന് വരത്തില്ല. ബട്ട് ലെറ്റ് യുവർ ലൈഫ് ബി എ ലൈഫ് ഓഫ് വീപ്പിംഗ് ആൻഡ് ക്രൈയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ജീവിതം ഒരു പ്രാർത്ഥനയായിട്ട് മാറണം. ദൈവത്തോട് ബന്ധപ്പെടുന്നതാണ് പ്രാർത്ഥന ദൈവമക്കളെ. ഹല്ലേലൂയ. നല്ലവനും വല്ലവനും വലിയവനുമായ കർത്താവേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മാത്രമല്ല, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിക്കുന്ന പോലും ഹൃദയത്തിൻ്റെ ആഴത്തിലെ ദീർഘനിശ്വാസങ്ങളെ ദൂരത്തുനിന്ന് വലിച്ചെടുക്കുന്ന ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും നിങ്ങളുടെ നന്മകളുമൊക്കെ ദൈവം അറിയുന്ന വിധത്തിലുള്ള ദൈവവുമായൊരു ബന്ധം. ഹല്ലേലൂയ. നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം ആഘോഷമാക്കുന്നവർ മറന്നു പോകരുതേ. നിറഞ്ഞ കണ്ണുകളോടെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ, രാത്രികളെ പകലാക്കുവാൻ, പ്രഭാതയാമങ്ങൾ എഴുന്നേൽക്കുവാൻ, നട്ടുച്ചയ്ക്ക് നിലവിളിക്കുവാൻ, മധ്യാഹ്ന സമയത്ത് നിലവിളിക്കുവാൻ, അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുവാനൊക്കെ പ്രാഗൽഭ്യം ലഭിച്ച, കൃപ ലഭിച്ച ഭക്തന്മാരെ ഓർത്ത് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ, അവൻ്റെ പ്രതിസന്ധികളെ അവൻ അതിജീവിച്ചത് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയോടെയാണ്. ദെൻ യു വിൽ ആസ്ക്, പാസ്റ്റർ എങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സഭയിൽ അങ്ങ് എപ്പോഴും പോകാൻ പറ്റും, ജോലിക്ക് പോകണ്ടേ? അതിനാണ് നിസ്സാരമല്ലേ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന വെരി സിമ്പിളാണ്. ദൈവത്തോടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. പ്രൈസ്തലോട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും, എന്തിനേറെ പറയുന്നു, ഉറങ്ങുമ്പോൾ പോലും ഒരു ഭക്തനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതിലേ ഇപ്പോൾ സങ്കീർത്തനം പറയുന്നത്, ഞാൻ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും, പ്രൈസ്തലോ എൻ്റെ ഉള്ളം കൊണ്ട് നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്ന ഒരു ഉന്മേഷം കിട്ടുമെന്നേ ദൈവത്തോടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. പ്രൈസ്തലോ വേദനയോടായിരിക്കാം, കാലനക്കാൻ പറ്റത്തില്ല, ശരീരം മലലി പൊള്ളുന്ന വേദനയായിരിക്കാം, പക്ഷെ അതിൻ്റെ നടുവിലും അകത്ത മജ്ജയ്ക്ക് പോലും അറിയാം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിൻ്റെ തിളക്കം. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇന്ന് രാവിലെ ഈ മുറിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. അതിരം ഉയർത്തി ഒരു സ്തോത്രം പറയുമ്പോൾ, ആത്മാവിലൊരു പാട്ട് പാടുമ്പോൾ, അല്ലെ ആത്മാവിലൊരു സ്തോത്രം ചെയ്യുമ്പോൾ, അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഒന്ന് കരമടിക്കുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് കൈ കൊടുക്കുമ്പോൾ, കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആലയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ അറിയാതൊരു അസാധാരണ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരിക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ ജ്വലനം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഇന്ന് പകൽക്കാലം ആർക്കും തടുത്തു നിർത്തുവാൻ കഴിയാതെ, ആർക്കും പിടിച്ചൊതുക്കുവാൻ കഴിയാതെ കഴിഞ്ഞുവെന്ന് പറഞ്ഞിടത്ത് പുത്തനാരംഭം കുറിക്കുവാൻ ഉറബാന ഹംബരാധകന ഇരുന്നു പോയ ചിലതിനെ ഇന്ന് രാവിലെ പടക്കുതിരയെ പോലെ വീണ്ടും ആത്മാവിൽ തുള്ളിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതരങ്ങൾ പ്രാർത്ഥന കൊണ്ട് നിറയട്ടെ, ദൈവാലോചന കൊണ്ട് നിറയട്ടെ. ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഇന്ന് പകൽക്കാലം ദൈവവചനം കുത്തിക്കുറിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന അതരങ്ങളുടെ യാചന പുറത്തു വരട്ടെ. താൻ തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത് 2 തിമോത്തിയോസ് 1:4 വാക്യമാണ്. 2 തിമോത്തി ചാപ്റ്റർ 1:4. രണ്ട് പൗലോസ് പറയുകയാണ്, യു ഹാവ് എ ജെന്യുവിൻ ഫെയ്ത്ത്. ഒന്ന്, കണ്ണുനീരായിരുന്നു നിൻ്റെ ഈ പ്രതിസന്ധി നീ അതിജീവിച്ചതെങ്കിൽ. 2, നിന്നിലൊരു വിശ്വാസമുണ്ട്, കറയില്ലാത്ത, കളങ്കമില്ലാത്ത ജെന്യുവിൻ ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം. അത് വല്യമ്മച്ചി ലോവീസിൽ നിന്നും അമ്മച്ചി യൂനിസിൽ നിന്നും കിട്ടിയതാ, നിന്നിലും അതുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യും. അപ്പോൾ ഈ വിശ്വാസമാണ് ഇവനെ കരുത്തനാക്കി മാറ്റും. അപ്പോൾ എന്താ ഈ വിശ്വാസം എന്നറിയണം. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദേവദാസൻ്റെ അവർ ഓർപ്പിച്ചു, ഹല്ലേലൂയ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ്. ദ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, അബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദാറ്റ്സ് വാട്ട് വി കാൻ കോൾ ഫെയ്ത്ത്. ദൈവത്തിലുള്ള ആശ്രയമാണ് ഈ വിശ്വാസം. നമ്മൾ സാധാരണ ഒരു കഷ്ടത്തിലൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിലാണ് ആരിൽ ആശ്രയിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കും. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിലാണ് ദൈവത്തിൽ. ആദ്യത്തെ ട്രിപ്പല്ല നമ്മുടെയാണ്. എല്ലാം നോക്കിയിട്ട് ഡോക്ടർമാർ കൈ വീഴുമ്പോൾ പറയും, എന്നാൽ പിന്നെ സഭയെ വിളിച്ചെന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ദൈവാശ്രയം അതല്ല. അല്ലെങ്കിൽ ടോട്ടലി അബ്സല്യൂട്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ഗോഡ് ഫോർ എവറിത്തിങ്, ദാറ്റ് വാട്ട് വി ക്യാൻ കോൾ എ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. എല്ലാറ്റിലും എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയം. പ്രൈസ്, അതാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 ദിനവൃത്താന്തം ആരോ രാവിലെ ഇന്നലെയോട് ഓർപ്പിച്ചു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ യഹോശാഫാത്തിന് നേരെ ഒരു കൂട്ടം ആൾക്കാർ യുദ്ധത്തിന് വരികയാണ്. വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്. ഈ വാക്യം നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ കൂട്ടിയാറുണ്ട്. പക്ഷേ അതിൻ്റെ അല്പം കൂടെ ആഴമേറിയ ഒരു അർത്ഥം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ മോവാബ്യരും പിന്നെ മെയൂനിയരും ഒക്കെ ഒരുമിച്ചാണ് ആർക്കെതിരെ വരുന്നത്? യഹോശാഫാത്തിന് യുദ്ധത്തിന് വന്നു. യഹോശാഫാത്ത് ഭയപ്പെട്ടൊരു ഉപവാസമൊക്കെ പ്രഖ്യാപിച്ചു. നമ്മുടെ ഭാഷ തന്നെ പേടിച്ച് ഞാൻ പിന്നെ ഉപവാസം വെച്ച് കളയും. ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്യത്തില്ലായിരുന്നു? ഉപവാസം എൻ്റെ കൂടെ ഉണ്ടല്ലോ, മനസ്സിലാകാൻ വേണ്ടി പറയുന്ന. അപ്പം ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് വെക്കത്തില്ലായിരുന്നു? ഉപവാസം. അപ്പോൾ ഈ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെടുക്കത്തില്ലായിരുന്നു? നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിലാണ് പറയുന്നത്. അപ്പം ഈ കഷ്ടം ഉണ്ടായില്ല, അത് കുഞ്ഞ് നല്ലപോലെ പഠിച്ച് എല്ലാത്തിനും A+ ആയിരുന്നെങ്കിൽ ഞാൻ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നൊന്നും ഇല്ലായിരുന്നു. തോറ്റത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പ്രെയർ റിക്വസ്റ്റ് ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുക, ഭയപ്പെട്ടൊരു ഉപവാസം പ്രഖ്യാപിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ 12-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ട്. 2 ദിനവൃത്താന്തം 20:12. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ. അപ്പം ചെറുതായിരുന്നെങ്കിലോ ഞാൻ ആരൊക്കെ നോക്കിയേ. ഇറ്റ് വാസ് എ സ്മോൾ ആർമി. ഇത് മോവാബിർ തന്നെ വന്നായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടല്ലോ 1,00,000 പട്ടാളക്കാരുണ്ടല്ലോ, ഞങ്ങൾ യുദ്ധം ചെയ്തേനെ. മെയൂനിയർ മാത്രമായിരുന്നെങ്കിൽ ഞാനിവിടെ ജയിച്ചേനെ. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെൻ ഓൾ തിങ്സ് കെയിം ടുഗദർ
ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഇല്ല, പ്രാപ്തിയില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്കാകുന്നു. അത് നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ പ്രതിസന്ധി വരണമോ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി? നമ്മുടെ ആശ്രയം 24 മണിക്കൂർ ദൈവത്തിലായിരിക്കണം. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിന്. ഹല്ലേലൂയ. ശരീരം ബലഹീനമാണ്, ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഓർമ്മയുള്ള, പാരമ്പര്യം അനുകൂലമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭയമുള്ളവനാണ്. പക്ഷേ ദൈവാശ്രയം എന്ന് പറയുന്നത് തിമോത്തിയോസിൻ്റെ കൈമുതലായിരുന്നു. ഇന്ന് പകൽക്കാലം ജീവിതയാത്രകളിൽ എത്രയൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിലുള്ള ആശ്രയം, അവരെക്കുറിച്ച് വചനം പറഞ്ഞ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, നട്ടിരിക്കുന്ന എവിടെയാണ്? പ്ലാന്റഡ് ബൈ തന്നെ മുളച്ചൊന്നുമല്ല, പിന്നെ വിശ്വാസമുള്ളവൻ നട്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കും. പൊട്ടിമുളയ്ക്കുന്ന വിശ്വാസികളുമുണ്ട്, നട്ട വിശ്വാസികളുമുണ്ട്. ഇത് പൊട്ടിമുളയ്ക്കുന്ന വിശ്വാസി ഹല്ലേലൂയ അവിടെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഹല്ലേലൂയ വാടിക്കരിഞ്ഞു പോകും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കും, പിന്നെ തക്ക കാലത്ത്, 1-ാം സംഘത്തിനായി പറയുന്നെങ്കിലും തക്ക കാലത്ത് ഫലം വായിക്കും. ഉഷ്ണം തട്ടിയാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇല വാടിപ്പോകത്തില്ല. ഇല്ലെങ്കിൽ പാസ്റ്റർ മിണ്ടിയില്ലെങ്കിൽ വാടിപ്പോവും. ഇല്ലെങ്കിൽ കുഞ്ഞമ്മ ഒന്നും എന്തോ ഉണ്ടെന്ന് ചോദിച്ചില്ലെങ്കിൽ, എല്ലാ ആഴ്ചയും ചോദിച്ചു, ഈ ആഴ്ച ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാടിപ്പോകും. അല്ലെങ്കിൽ ഉഷ്ണം തട്ടിയാൽ വാടിപ്പോകത്തില്ല. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടത്തില്ല. ദൈവമക്കൾ വാടിപ്പോകരുത് വിശ്വാസത്തിൽ. 24/7 ദൈവമക്കൾ ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ടിരിക്കണം. ശരീരമൊക്കെ ക്ഷീണിക്കും കേട്ടോ, ശരീരമൊക്കെ ക്ഷീണിക്കും, അത് ശരിയാണ്, രോഗവും കട്ടമൊക്കെ കാണും, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ആത്മാവിനൊരു ശകലം വാട്ടം ഉണ്ടാകാൻ പാടില്ല. അതാണ് ദൈവാശ്രയം. തിമോത്തിയോസേ, നിൻ്റെ ദൈവാശ്രയം വിശ്വാസം ഉണ്ടല്ലോ, അതാ നിൻ്റെ ബലഹീനത നീ അതിജീവിച്ചത്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു നിൻ്റെ പാരമ്പര്യം ശരിയല്ല, എല്ലാവരും പറഞ്ഞു നിനക്ക് കൂടെ അജീർണമാണ്, കൂടെ നടക്കുമ്പോൾ ക്ഷീണമാണ്, എല്ലാവരും പറയുന്നു അത് ലോകപ്രകാരം എല്ലാവരും അറിയാവുന്ന കാര്യമാണ്, നിനക്ക് ഭയമാണ്. പക്ഷേ നിൻ്റെ ദൈവാശ്രയം ഇന്ന് പകൽക്കാലം യഹോവയിൽ ആശ്രയം വെപ്പീൻ. യഹോവ തന്നെ ആശ്രയമായിരിക്കട്ടെ. ദൈവാശ്രയത്തിൽ ഇന്ന് പകൽ ചിലരൊക്കെ ജയമെടുക്കാൻ പോവുകയാണ്. ഈ ക്ഷീണത്തിലും രോഗത്തിലും ഞാനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. യഹോവ തന്നെ ആശ്രയമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുമ്പോൾ നാം മറ്റൊന്നും നോക്കാൻ പാടില്ല. ഡോക്ടേഴ്സ് റിപ്പോർട്ട് മേ ബി, ഞാൻ അതുകൊണ്ട് ആർക്കും ഗ്യാരണ്ടി 100 വയസ്സ് വരെ എല്ലാവരും ജീവിച്ചിരിക്കുന്നുള്ള ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ഇവിടുന്നൊക്കെ, ദൈവത്തിൻ്റെ സമയമായിട്ടില്ലെങ്കിൽ 18 വീലർ തലയിൽ കൂടെ കയറിയാലും നിങ്ങളെങ്ങും പോകത്തില്ല. ദൈവത്തിൻ്റെ സമയമാണെങ്കിൽ അടച്ചിട്ട മുറിക്കകത്തിരുന്നാലും നിങ്ങൾ പോകേണ്ട സമയത്ത് പോകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഗ്യാരണ്ടി ദൈവം വച്ചിരിക്കുന്നത്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ദൈവാശ്രയം എന്ന് പറയുന്നത് ഉള്ളിലെ ഭീതി മാറുന്നതാണ്. ദൈവാശ്രയം ഉള്ളിലെ മരണഭീതി മാറ്റും. ദൈവാശ്രയം ഉള്ളിലെ വെല്ലുവിളികളെക്കുറിച്ചുള്ള ഭീതികൾ മാറ്റും. ഇന്ന് പകൽക്കാലം ഭയം മാറി മുന്നോട്ട് പോകണം. മാൻ ഓഫ് ടിമിഡിറ്റിയെ ദൈവാശ്രയം കൊണ്ടാണ് അവൻ്റെ ജീവിതത്തെ ജയിച്ചു മുന്നേറിയത്. സ്തോത്രം. മൂന്നാമതായി എന്തായിരുന്നു തിമോത്തിയോസിൻ്റെ വിശേഷത? വിശദീകരിക്കാൻ ഇനി സമയം എടുക്കുന്നില്ല. എൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, സോറി 1-ന്റെ 6-ാം വാക്യം. You need to fan into flame the spiritual gift in your life. ജീവിതത്തിലുള്ള കൃപാവരങ്ങളെ അല്ലെങ്കിൽ ആത്മനിറവിനെ ജ്വലിപ്പിക്കണം. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ആത്മീയ ലോകം ഇങ്ങനെയുള്ള കൃപയുള്ളവരെ ഊതിക്കെടുത്തിക്കൊണ്ടിരിക്കുക. ഉറക്കെ അന്യഭാഷ പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ നോക്കുന്ന കാലഘട്ടമൊക്കെ ആയിട്ടുണ്ട്. എവിടുന്നായി സൗണ്ട്? പണ്ടൊക്കെ നമ്മുടെ സഭകളിലൊക്കെ അന്യഭാഷയിലുള്ള ആരാധനകളായിരുന്നു. ഇന്നത്തെ പോലുള്ള കൊട്ടും പാട്ടുമുണ്ട്. ഞാനൊരു പാസനേജ് വളർന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം. നമുക്കിതുപോലെ കൊട്ടും പാട്ടുകളൊന്നും വന്ന് നമ്മുടെ ഏറ്റവും വലിയ മരകായുധമല്ലല്ലോ എന്ത് പറയുന്നത്, സംഗീതോപകരണം എന്ന് പറയുന്നത് ഒരു തമ്പേർ. പ്രൈസ് ദി ലോർഡ്. വർഷാവർഷം അതിൻ്റെ തോല് മാറുന്നതും അതൊക്കെ അടിക്കുന്ന അപ്പച്ചന്മാർ എന്തോ ആത്മാവിലോ ഏതോ പാടുന്ന പാട്ടുകളൊക്കെ, ആ പഴയ പാട്ടുകളൊക്കെ അവസാനം വരുമ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഒരു സാധനമുണ്ട്, പൂതം കുലുക്കി എന്ന് പറഞ്ഞ്, പൂതവിളക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ കറക്കുന്നത്, ഇങ്ങനെ ഒരു ചിരട്ടയുടെ മണ്ടയ്ക്കും ഇങ്ങനെ മുത്തൊക്കെ ഇട്ടിട്ടല്ലേ അല്ലേ അത്. പിന്നെ ടാമർ, ഇതൊക്കെ വെച്ചുള്ള പാട്ടുകളൊക്കെ അത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഹാർമോണിയം, അക്കോർഡിയം, പിന്നെ ഈ ഗിറ്റാറും പരിപാടിയൊക്കെ പിന്നല്ലേ വന്നത്. എല്ലാം നല്ലതാണ്, കാലഘട്ടം അനുസരിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഉപകരണം മാറിയത് കൊണ്ട് ഈ ആത്മാവിൻ്റെ ട്യൂണ് മാറുന്നത്. കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെടുന്നതല്ല നമ്മുടെ ആത്മാവിൻ്റെ ട്യൂണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭകളിലെ ആരാധന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. സിസ്റ്റമാറ്റിക് പ്രോഗ്രാമിനായി സ്തോത്രം, പ്രോഗ്രാമൈസ്ഡ് ചർച്ചായി മാറാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ദൈവസഭകൾ കടന്നു വരണം. ഇവിടെ പറയുകയാണ് ഫാൻ ഇൻ ടു ഫ്ലെയിം. നിൻ്റെ ഈ രോഗവും നിൻ്റെ ഈ ഭീതിയും നിൻ്റെ ഈ പാരമ്പര്യ ശാപവും ഒക്കെ മാറാൻ കുഞ്ഞെ മറുമരുന്നൊന്നുമില്ല, ഒറ്റ മരുന്നേ ഉള്ളൂ. ഫാൻ ഇൻ ടു ഫ്ലെയിം യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ്. നിന്നിലുള്ള കൃപാവരത്തെ നീ എന്ത് ചെയ്യണം?
ജ്വലിപ്പിക്കണം. ഒരു പ്രവാചകൻ വന്ന് അരി ആട്ടുന്ന പോലെ തലയാട്ടി ജ്വലിപ്പിക്കാനല്ല പറഞ്ഞത്, നീ തന്നെ ജ്വലിപ്പിക്കണം. നമ്മളാണെങ്കിൽ നോക്കിയിരിക്കുക, ഒരാളെ കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് ഇളകായിരുന്നു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ തന്നെ. അതിൽ സിക്ലാഗ് നമ്മളെ പഠിക്കുന്നു. ചോദിച്ചാൽ ഒരു വലിയ പുസ്തകമുണ്ട് സിക്ലാഗിൽ, അല്ലേ? ഞാനത് കഴിഞ്ഞ ദിവസം വായിച്ചു തീർത്തായിരുന്നു. വലിയൊരു പുസ്തകം. ഹല്ലേലൂയ. സിക്ലാഗിൽ ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെട്ടെന്ന്. എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരുടെയും ഭാര്യമാരും പോയി, എല്ലാവരുടെയും മക്കളും പോയി, എല്ലാവരുടെയും സ്വത്തും പോയി. പക്ഷേ അവസാനം ആൾക്കാരെല്ലാം നോക്കിയപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഇവനെ എറിഞ്ഞേക്കാന്ന് ഓർത്തു. സത്യത്തിൽ തുല്യ ദുഃഖിതരല്ലേ? ദാവീദും തുല്യ ദുഃഖിതനാണ്, കൂടെ ഇരിക്കുന്നവരല്ല. പക്ഷേ ആൾക്കാരെല്ലാം കൂടെ എന്തെടുത്തു? നമുക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മുന്നിൽ നിൽക്കുന്നവരെന്ത് ചെയ്യും? മോശ ഈ 40 ലക്ഷം ജനത്തെയും കൊണ്ട് പോവുകയാണ്, അവനും വിശപ്പുണ്ട്, അവനും മന്നായില്ല. പക്ഷേ ജനമെല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എന്ത് ചെയ്യും? കല്ലെറിയാൻ തുടങ്ങും. സത്യത്തിൽ ഈ രണ്ട് ഭാഗം എന്നെ ചിന്തിപ്പിച്ചു. ഇവരെക്കാട്ടി കൂടുതൽ എറിയാനും അടിക്കാനും അറിയുന്ന ആർക്കാ? മോശയ്ക്കാ. സകല വിദ്യ ആർക്കറിയാം? ഇവർ ഇഷ്ടികച്ചൂളെ മണ്ണ് കുഴക്കുന്ന സമയത്ത് മോശ സകല വിദ്യയും ഒറ്റയടിക്കൽ ഒരുത്തിനെ കൊന്നത്. പിന്നെ ഒറ്റയ്ക്ക് ശവടക്കം നടത്താറിയാം. ഇനി എന്തിനാ ഫ്യൂണറൽ പ്രൊസഷനൊക്കെ? മോശയെ വിളിച്ചാൽ മതിയല്ലോ, ചിലവും കുറവല്ലേ. ഒറ്റയടിക്ക് മണലിലാണെങ്കിൽ എന്ത് ചെയ്യും? കുഴിച്ചു വിടും. അത്രയ്ക്കും മിടുക്കനാണ്. ഇനി ദാവീദോ ഒരേറിന് ഗോലിയാത്തിനെ വീഴ്ത്തുന്നവനാണ്. ഈ ദാവീദിൻ്റെ കൂട്ട് എറിയാൻ അറിയുന്ന ഒരാരെല്ലാം ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ഹി സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. തന്നെത്താൻ ദൈവത്തിൽ. ഇത്രയൊരു പ്രതിസന്ധി വരുമ്പോൾ അടുത്ത പാസ്റ്റർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അകത്തുള്ള കൃപാവരം ജ്വലിപ്പിച്ചേക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഒരു പാട്ടുകാരനെ നോക്കി നിൽക്കേണ്ട, അറിയാവുന്ന പാട്ടിൻ്റെ 2 വരി അങ്ങ് പാടി വെക്കണം. ഒരു മൂളിപ്പാട്ട് മതി ഒരു ദൈവവൈദ്യന് ശക്തി ലഭിക്കാൻ. അപ്പാ പിതാവേ എന്നൊരു വാക്കിൽ സ്തോത്രം പറഞ്ഞാൽ മതി. അടച്ചുട്ട ഇരുട്ടിൻ്റെ മുറിയിലും നിൻ്റെ ശക്തി പുറത്തു വരും. രോഗക്കിടക്കയിൽ എല്ലാവരും വന്ന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന രാത്രിയിൽ ആരും കടന്നു വന്നില്ലെങ്കിലും നിൻ്റെ അകത്തെ ശക്തി കുറയാതെ ഒരു വാക്കിൽ സ്തോത്രം പറയൂ. അസാധാരണമായ ദൈവമഹത്വം ആ മുറിക്കകത്ത് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ തേജസ് പൊതിഞ്ഞു വരും. വേദനയുള്ള ഭാഗത്തേക്ക് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം, അദൃശ്യമായ ദൈവത്തിൻ്റെ കരം, അസാധാരണ ദൈവത്തിൻ്റെ ശക്തി, ദൈവകൃപയുടെ ജ്വലനം, ദൈവശക്തിയുടെ വലിപ്പം ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്നതാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തന്നെ ജനത്തെ വിടുവിക്കുന്നത്. ഫാൻ ഇൻ ടു ഫ്ലെയിം. നമ്മുടെ കൃപാവരം ജ്വലിപ്പിക്കണം. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കണമെന്നേ. പ്രവചനത്തിനൊക്കെ മങ്ങലേറ്റെങ്കിൽ പ്രവചനം തുടങ്ങണം ഇന്ന് രാവിലെ. പ്രവചനം എന്ന് പറയുമ്പോൾ പേര് വിളിച്ച് ദൂത് പറയുന്നത് മാത്രമല്ലല്ലോ, ദൈവത്തിൻ്റെ വചനം ആദരത്തിനകത്ത് മഞ്ഞു പെയ്യുന്നത് പോലെ ദൈവം പൊഴിച്ചു തരാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം ഫാൻ ഇൻ ടു ഫ്ലെയിം. ഈ പ്രാർത്ഥന കൊണ്ട് ദൈവസഭയ്ക്കുണ്ടാകേണ്ട ഉണർവുകൾ അതാണ്. പട്ടണത്തിൽ ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ടു. ദൈവസഭ ആത്മാവിൽ ബലപ്പെട്ടു. ഒരു മീറ്റിംഗ് കൂടെ 7 ദിവസം കഴിഞ്ഞു പോയെന്നല്ല, ചില ദൈവദാസന്മാർ അവിടുന്ന് ഇവിടുന്ന് വന്ന് പ്രസംഗിച്ചു എന്നല്ല, ഞങ്ങൾ ആത്മാവിൽ ബലപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ജനങ്ങൾ പ്രാപിക്കണം. ഫലങ്ങളിൽ ദൈവസഭ വളരണം. പ്രൈസ് ദി ലോർഡ്. ഒരേപോലെ ജീവിതവും ശുശ്രൂഷയും ഒരുപോലെ പരിപോഷിക്കപ്പെടുന്ന കാലഘട്ടമായി മാറണം. ഫാൻ ഇൻ ടു ഫ്ലെയിം. നിന്നിലുള്ള കൃപാവരത്തെ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്ന പലരും ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അതിലൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൂത് പറഞ്ഞവരുണ്ട്, വെളിപ്പാട് കണ്ടവരുണ്ട്, അന്യഭാഷയിൽ മണിക്കൂറുകൾ നിർത്താതെ ആരാധിച്ചവരുണ്ട്, നൃത്തം ചെയ്തവരുണ്ട്. പക്ഷേ ഇന്ന് ചിലതിനെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ കെട്ട അഴിഞ്ഞു മാറേണ്ടത്. യേശു പറഞ്ഞ കണക്ക് ആ കഴുതയും കുട്ടി അഴിച്ചുകൊണ്ട് വരിക. എനിക്കതിന് ആവശ്യമുണ്ട്. കാരണം ഒരു കയർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പെന്തിക്കോസുകാർക്കുണ്ട്, പാരമ്പര്യത്തിനുണ്ട്, എല്ലാവർക്കും ഒരു കയറുണ്ട്. പറയും ഈ കയറിനപ്പുറത്ത് കഴുതി എങ്ങും പോകരുത്, എങ്ങും പോകരുത്. അളവതാണ്, ഇതിനപ്പുറത്ത് പോകരുത്. 2 പാട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? പോകരുത്. പിന്നെ കുട്ടി അതിൻ്റെ കൂട്ടത്തിൽ നിന്നോണം. അതിനെ ചുറ്റിയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ ആ കയറങ്ങ് മുറിച്ചേരെ. ഹല്ലേലൂയ. ഈ കുറ്റിയോട് ചേർത്ത് കെട്ടിയിരിക്കുന്നതൊക്കെ യെരൂശലേം ദേവാലയത്തിൻ്റെ മഹത്വം കാണേണ്ട സമയമായി. റീബാന ഹത്തുരാധകൻ. ഒരു കുറ്റിയും അതിനോട് ചുറ്റും ഒരു കുട്ടിയും ഒരു കയറും വെച്ചിട്ട് ആത്മീയ ആരാധനകൾക്കും ശുശ്രൂഷകൾക്കും പരിധിയും പരിമിതിയും വെച്ചതൊക്കെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ അഴിച്ചുവിട്ട് യെരൂശലേമിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിരുന്നതുപോലെ റീഖാൻ അരക്കന വിരിച്ച കൊമ്പുകളും വിരിച്ചിട്ട വസ്ത്രങ്ങളും ചവിട്ടി മെതിച്ച് നടക്കുന്ന പോലെ ആത്മാവിൻ്റെ പുത്തൻ തലങ്ങളിൽ നടക്കുവാനും അല്ല നിൻ്റെ കണ്ണിന് മുമ്പിൽ ഇതുവരെ കിട്ടാതിരുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ അത് നിൻ്റെ കാൽച്ചുവട്ടിലേക്ക് എത്തി ആത്മാവിൻ്റെ ഫലങ്ങൾ ഭുജിക്കുന്നത് പോലെ ദൈവസഭ സമ്പുഷ്ടമായ ഒരു ആത്മീയ അനുഭവങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം എൻ്റെ ജനത്തെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഫാൻ ഇൻ ടു ഫ്ലെയിം. ആത്മാവിൽ ചലിക്കുമാറാകട്ടെ. 4-മതായി ഹല്ലേലൂയ. അവൻ എങ്ങനെയാണ് തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത്? 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളാണ്. നീ ബാല്യം മുതൽ ആ വാക്യം. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകള ബാല്യം മുതൽ അറിഞ്ഞിരിക്കുന്നു. ചെയ്തത്
ദൈവവചന പഠനവും ദൈവവചനത്തിലുള്ള നിശ്ചയവുമാണ് അവനെ തൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പ്രാപ്തനാക്കി മാറ്റുന്നത്. ലേണിംഗ് ഓഫ് ദ സ്ക്രിപ്ചർ and you need to be strong and rooted and grounded and established in the word of God. ദൈവവചനം പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം. അവിടെ ഇവിടെയും കേൾക്കുന്നതൊക്കെ ശരിയാണോ, അതും ശരിയാണോ, ഇതും ശരിയാണോ? ഇല്ല, ദൈവവചനത്തിലെ സത്യം അത് ഈ ദിവസങ്ങളിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പത്യോപദേശം, ദൈവസഭകളുടെ ദൗത്യം സൗണ്ട് ഡോക്ട്രിൻ, പ്രൊക്ലെയിം ദ സൗണ്ട് ഡോക്ട്രിൻ ടു ദ ജനറേഷൻ. ആ തലമുറകൾക്ക് പത്യവചനം പറഞ്ഞു കൊടുക്കണം. സത്യവചനത്തെ റൈറ്റ്ലി ഡിവൈഡിങ് ഗോഡ്സ് വേർഡ്, ദൈവവചനത്തെ വിഭാഗിക്കണം നന്നായിട്ട്. ദൈവസഭയിൽ നമുക്ക് എല്ലാം പറഞ്ഞു വരുമ്പോൾ 30 മിനിറ്റ് 20 മിനിറ്റേ ഉള്ളൂ പ്രസംഗത്തിൻ്റെ സമയം. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ബാക്കി എല്ലാറ്റിനും ഇഷ്ടം പോലെ ഉണ്ട്. വിവാഹത്തിനോ നടത്താനും പ്രസംഗിക്കാനൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ആദ്യമേ പറയും പാസ്റ്റർ 15 മിനിറ്റുണ്ട് പ്രസംഗം. എല്ലാം പ്രൊസഷനും റിസഷനും അല്ലെ വട്ട് മേ ബി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചെവി വന്ന് പറയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, ഇനിയിപ്പോൾ എന്തോ ഇല്ല, സമയമില്ല. അപ്പോൾ നമ്മൾ പറയും അതുകൊണ്ടാണ് ഞങ്ങൾ പാസ്റ്ററെ വിളിച്ചത്. പാസ്റ്റർ ആകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് കൈകാര്യം ചെയ്യുമല്ലോ. ഇനി ശവടക്കിന് ഇതുപോലെ തന്നെയാണ്. സ്തോത്രം. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അനുശോചനങ്ങളുടെ ദീർഘമായ എല്ലാം കഴിയുമ്പോൾ വചന ശുശ്രൂഷയ്ക്ക് എന്തോ കാണത്തില്ല, സമയം. അതുകൊണ്ട് എന്നോട് ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇനി അടുത്ത ശവസംസ്കാരത്തിന് ആദ്യമേ കയറി പ്രസംഗിക്കാൻ പോകും, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വചനം, പത്യവചനത്തെ ദൈവമക്കൾ ഏറ്റെടുക്കണം, പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം. അവിടെ പറയുന്നത് ഇവിടെ പറയുന്നതും കേൾക്കുന്നതെല്ലാം കൂടെ എടുത്തിട്ട് ഹല്ലേലൂയ അതാ ശരിയെന്ന് പറഞ്ഞ് നടക്കാതെ ബെരോവയിലെ വിശ്വാസികളെ നോക്കണം. ബെരോവയിലെ വിശ്വാസികൾ എന്താ, അവർ വചനം ഉള്ളത് തന്നെയാണോ എന്ന്. അത് പൗലോസ് പ്രസംഗിച്ചാലും അപ്പല്ലോസ് പ്രസംഗിച്ചാലും തീത്തോസ് പ്രസംഗിച്ചാലും അവർ പരിശോധിക്കും, ഇത് ബൈബിളിൽ ഇനി ബൈബിളിലുള്ളതെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട ഒരു ബൈബിൾ അവർക്കാർക്കും ഇല്ലായിരുന്നു. അത് ഓർത്തപ്പോഴാണ് എനിക്ക് അതിനെക്കാട്ടി സങ്കടം. ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചൈനയെ കൊടുക്കാനുള്ള ബൈബിൾ മുഴുവനുണ്ട്, എന്നിട്ടും തുറക്കാൻ നമുക്ക് നേരമില്ല. നോക്കൂ, പൗലിന് ഈ ബെരോവയിലെ വിശ്വാസികൾ എങ്ങനെ, അവർ തെസ്സലോനിക്കരേക്കാൾ ഉത്തമന്മാരായത് തെസ്സലോനിക്കക്കാർ മോശക്കാരായിട്ടല്ല, ഈ ഒറ്റ കാര്യത്തിലാണ് ദേ ബിക്കം ബെറ്റർ ദാൻ ദ പീപ്പിൾ ഓഫ് തെസ്സലോനിക്ക. എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കക്കാർ വചനം കേൾക്കുന്ന 1 തെസ്സലോനിക്കർ 1:1 മുതൽ 5 വരെ വാക്യം സന്തോഷത്തോടെ വചനം കൊൾക്കും, അല്ല കഷ്ടം സഹിക്കും, അല്ല അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ വേലയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെക്കാൾ ബെറ്റർ ആയത് പ്രസംഗം അതുപോലെ അങ്ങ് മഗ്ഗി ചെയ്യത്തില്ലായിരുന്നു. അവരെന്ത് ചെയ്യും, പോവും. അപ്പോൾ എങ്ങനെ അത് പിന്നെ ശരിയാണെന്ന് പരിശോധിക്കുന്നത്? ആകെ പള്ളിയിലൊരു ബൈബിളേ ഉള്ളൂ. അതാണല്ലോ യേശുവിൻ്റെ പോലും വീട്ടിലില്ലായിരുന്നല്ലോ. യേശുവിൻ്റെ കാലത്ത് ഒരു തോഹനെ അവിടെ ഇരുന്ന ഒരു ചുരുളെടുത്തിട്ട് ഇതിങ്ങനെ പിന്നെ സ്ക്രൈബ് ഇങ്ങനെ മടക്കിയോ ചുരുട്ടി ഇങ്ങനെ വെച്ചിരിക്കും, അത് തുറന്നിട്ട് വേണം വായിക്കാൻ. ഇത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ സഭായം കഴിഞ്ഞ് എന്ത് ചെയ്യണം, ശബത്ത് കഴിഞ്ഞിട്ട്, അന്നത്തെ കാലത്ത് ശബത്ത് കഴിഞ്ഞിട്ട് ആൾക്കാരിവിടെ ക്യൂ നിൽക്കുക. ഇവിടെ വണ്ടിയുടെ അവിടെ ഓടി കയറാൻ പോകാൻ നോക്കുമ്പോഴാണ് പാസ്റ്റർ ശരിയാണോ എന്ന് നിൽക്കുന്നത്. അവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക. ഇന്ന് പൗലോസ് പാസ്റ്റർ പറഞ്ഞത് ശരിയാണോ? അതുകൊണ്ട് ഇനി പാസ്റ്റർ ഈ പറഞ്ഞാലേ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ബേജാൻ്റെ പുറകെ നടക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ വചനത്തിനകത്ത് ശരിയാണോ, വചനം പഠിക്കണം. ഹല്ലേലൂയ. നോട്ട് ജസ്റ്റ് റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ്സ് ഗുഡ്. ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നല്ലതാണ് വചനമൊക്കെ വായിക്കും. ഞാൻ 40 പ്രാവശ്യം എന്ത് വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്. 4 പൈസയുടെ ഗുണമില്ല ജീവിതത്തിൽ. അതല്ല ഈ പറഞ്ഞു വരുന്നത്. ദൈവവചനം ചിട്ടയായി വായിക്കണം. ഒരു വാക്യെ വായിച്ചുള്ളെങ്കിൽ ജീവിതയാത്രയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് പറയുകയാണ്, ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ ബൈബിൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചിരിക്കണം. ഒരു ദിവസം 3 അധ്യായം വെച്ച് വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കേൾക്കുമ്പോഴേ പ്രശ്നം. വലിയ ആവശ്യം. 31-ാം തീയതി രാത്രി ഒരൊറ്റ തീരുമാനമോ, കർത്താവേ അടുത്ത വർഷക്കാലം ദൈവം ആയുസ് തരുന്നെങ്കിൽ ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ വായിക്കും. എന്നിട്ടൊരു കടയിലെല്ലാം പോയി കിട്ടുന്ന ബൈബിൾ പ്ലാൻ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വരും. ആ പ്ലാൻ അവിടെ ഇരിക്കുന്നതല്ലാതെ നമുക്കിത് തീരാൻ പറ്റില്ല. അതുകൊണ്ട് തീരുമാനം എടുക്കാതെ വായിച്ചു തുടങ്ങിക്കോ, നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഒരു ദിവസം 3 അധ്യായം വായിച്ചാൽ മതി. സോ യു വിൽ ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ലോകം ഒന്ന് പരിചയപ്പെടും. പിന്നാണ് സമയം പോലെ അതിനെ അയവിറക്കണം. മൃഗങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അത് പലപ്പോഴുമൊക്കെ അയവിറക്കുന്ന പോലെ തന്നെ ദൈവവചനം നമുക്ക് ഉപകാരമായി ഭവിക്കണം. എന്താണ് ദോഷം? കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ പറഞ്ഞു, ഞങ്ങളുടെ ചാത്തിൽ 7 ദിവസം മീറ്റിംഗ് ഉണ്ട്. 7 ദിവസം മീറ്റിംഗ് ഉള്ളത്. ഞായറാഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഒരു 10-13 പ്രസംഗങ്ങളാണ് അവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ വിശ്വാസമെല്ലാം ഉള്ള പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ ദാസനെ ക്രൂശിൻ്റെ മറവിൽ നിർത്തി ഇന്നൊരു പുതിയൊരു ആലോചന ഞങ്ങൾക്ക് തരണമെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? പറഞ്ഞേ ഒക്കത്തുള്ളൂ. അപ്പോൾ പഴയതൊക്കെ അവിടെ പോയി. പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഒരു ഞായറാഴ്ച പ്രസംഗം കേട്ടാൽ ഒരാഴ്ച മുഴുവൻ അത് ധ്യാനിച്ചുകൊണ്ട് നടക്കും. അതും പ്രകാരം ജീവിക്കാൻ ഉത്സാഹിപ്പിക്കും. ഞാൻ പറഞ്ഞത്, തിമത്തിയോസ് വചനം പഠിച്ചു നിലനിന്നത് കൊണ്ടാണ് തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത്. എൻ്റെ പ്രശ്നം വരുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയും, വചനം ഇങ്ങനെ പറയുന്നു. പിശാച് നീ പറയുന്നതല്ല, വചനം ഇങ്ങനെ പറയുന്നു. യേശു അങ്ങനെയല്ലേ പറഞ്ഞത്?
ഹല്ലേലൂയ. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാണ്. നോട്ട് ഓൺലി ദ 36 അല്ലെങ്കിൽ 360 പ്രോമിസസ് ബട്ട് വാട്ട് വി ഗെറ്റ് ഫ്രം ദ മാഡലിൽ കിട്ടുന്ന 360 പ്രോമിസ് വാക്യം മാത്രമല്ല, വചനത്തിലെ സകല വചനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാച് പറയും ഇറ്റ് ഈസ് റിട്ടൺ. അത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്, ഏറ്റവും വലിയൊരു ഡിസീവിങ് ആണ്, വഞ്ചിക്കുന്നതാണ്. ഇങ്ങനെയാണല്ലോ ബൈബിളിൽ എഴുതി ഇറ്റ് ഈസ് റിട്ടൺ. അതിനൊരു മറുപടി ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ എന്ന് പറയാനുള്ള ജ്ഞാനം പ്രാപിക്കണം. അവിടെയാണ് യേശു പറഞ്ഞത് ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയും എഴുതിയിരിക്കുന്നല്ലോ. ഇത് പറയുന്നത് ആ വചനത്തിലുള്ള നിശ്ചയം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലമല്ല ഈ ഉപദേശവിരുദ്ധമായ കാര്യങ്ങൾ ദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ജനറേഷൻ ഇസ് എക്സ്പോസ് ടു ഹല്ലേലൂയ ഫോൾസ് ഡോക്ട്രിൻ. വല്ലാതെ ദുരുപദേശത്തിൻ്റെ നെടലിലേക്ക് നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ സഭയാണ് അവരെ വചനം പഠിപ്പിക്കേണ്ടത്. വല്ലവരിൽ നിന്നും അവർ പഠിക്കുവാൻ അവസരമുണ്ടാകരുത്. ദ ചർച്ച് നീഡ് ടു ഹാവ് എ ഡിസിപ്ലിനറി ഹല്ലേലൂയ വേ ഓഫ് ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. സൺഡേ സ്കൂളിന് ആകെ എത്ര സമയം കൊടുക്കും നമ്മുടെ സഭയിലൊക്കെ? രാവിലെ 9 മണിക്ക് കൊണ്ടുവരാൻ പറയും. എല്ലാം കൂടെ പിന്നെ വാരിക്കെട്ടി വരുമ്പം 9:20 ആകും. പിന്നെ 9:50 ആകുമ്പോൾ മലയാളം പാട്ടുകാർ നമ്മുടെ എൻ്റെ കാര്യം ചേർത്ത് പറഞ്ഞല്ലോ 30 മിനിറ്റ്. ആ 30 മിനിറ്റിൽ 3 പേരാണ് വരുന്നത്. 100-150 കുഞ്ഞുങ്ങളുള്ള ക്ലാസ്സിലൊക്കെ മൊത്തത്തിൽ 100 അല്ല 25 പേരാണ് വരുന്നത്. എന്നിട്ട് പിന്നെ പ്രാർത്ഥനയെ കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മീയം മടക്കി കൊടുക്കണമെന്ന്. ചെറുപ്പം തൊട്ട് അസംബ്ലി സോടി 15 വർഷക്കാലം സൺഡേ സ്കൂൾ പഠിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അറിവ് മാത്രമേ വചനത്തിൽ എന്തെങ്കിലും അറിവായിട്ട് ലഭിച്ചിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത് വചനം നിശ്ചയം പ്രാപിക്കണം. ഏത് പ്രായത്തിലും വചനം നിശ്ചയത്തോടെ മാറോട് ചേർത്തണച്ച് ജീവിതത്തിൽ അതരത്തിൽ വചനം വെളിപ്പെട്ട് കിട്ടേണ്ടതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതിന് പൗലോസ് പറഞ്ഞത് കർത്താവേ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ വചനം തുറക്കുമ്പോൾ ഞങ്ങൾക്കതിൻ്റെ വാതിൽ തുറന്നു കിട്ടണം. അടഞ്ഞ വാതിൽ പോലെ കിടക്കാതെ ഈവൻ നേരലിയ 2 വരികൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. സമയമുള്ളപ്പോൾ വായിച്ച 119 സംഘത്തിന് 18 വാക്യം ഓപ്പൺ അവർ ഐസ് ദാറ്റ് ഐ മേ കോംപ്രിഹെൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം മനസ്സിലാക്കാൻ ഞങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാണ്. അങ്ങനെ 4 കാര്യങ്ങളാണ്. ഒന്ന്, കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയോടെയാണ് ഹല്ലേലൂയ തിമോത്തിയോസ് തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത്. 2, ക്രൈസ്തവരിലെ വിശ്വാസം, ആടിയുലയാത്ത വിശ്വാസത്തിന് തന്നെ ഉടമസ്ഥനായിരുന്നു. 3, ആത്മനിറവിനെ ദൈനംദിനം ജ്വലിപ്പിച്ചുകൊണ്ടേയിരുന്നു. പാട്ടും പ്രാർത്ഥനയും ഒക്കെ എന്നും ജ്വലിപ്പിച്ചുകൊണ്ടേയിരുന്നു. 4, ദൈവവചനത്തിൽ ഉറച്ച വിശ്വാസവും അറിവും ജ്ഞാനവും പരിജ്ഞാനവും അവൻ നേടിയെടുത്തു. ഇനി ദൈവം ചെയ്ത കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് വേഗം. ഹല്ലേലൂയ. എന്താണ് താൻ തൻ്റെ ഭാഗം ചെയ്തപ്പോൾ ദൈവം എന്താ ചെയ്തതെന്ന് അറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 1:7 3 കാര്യങ്ങൾ. We learned that he was a man of timidity, but the God is promising that no, you have not received the spirit of timidity, but spirit of boldness, love and sound of mind. നീ പ്രാപിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ. നാം പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ഹല്ലേലൂയ ശക്തിയും കരുത്തും ആളത്വം നാം അറിയണം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ദൈവസഭയിൽ കുറഞ്ഞിരിക്കുക. നമ്മൾ കേവലം ലിമിറ്റിംഗ് ദ സൈലൻസിങ് ഓർ സൈഡ് ലൈനിങ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു ആസ് എ ജസ്റ്റ് മിയർ പവർ, ഒരു ശക്തിയായിട്ട് കുറച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തെ ദൈവസഭയിൽ വെളിപ്പെടുത്തണം. കാര്യസ്ഥനായി കൈപിടിച്ച് കൂടെ നടക്കുന്ന നമുക്കറിയാവുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴാണ് പിന്നെ ആശീർവാദം പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ, ഇങ്ങനെ മാത്രമേ പിള്ളേർക്കൊക്കെ അറിയത്തുള്ളൂ എന്തോ ഉണ്ടെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ദൈവസഭയ്ക്കകത്ത് ചിട്ടയായി പറഞ്ഞു കൊടുക്കണം. ദ കൺവിക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ ഏറ്റവും വലിയ തെളിവ് ഏതെന്നറിയോ? ഒന്ന് പറഞ്ഞാട്ടെ. അച്ഛൻ എന്നോട് എത്ര മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഈ അച്ഛൻ പറഞ്ഞ് നിർത്തണമെന്ന് പറയാം, എനിക്ക് വീട്ടിൽ പോകണ്ടല്ലേ. 1 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. അത്രയൊന്നും പോകത്തില്ല, പേടിക്കണ്ട. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? അന്യഭാഷ. വെരി ഗുഡ്. ആ കൂട്ടത്തിൽ മാതൃഭാഷയും കൂടെ സംസാരിക്കണം എന്നേ ഉള്ളൂ, അല്ലേ? അന്യഭാഷ സംസാരിക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാനിപ്പം പിന്നെ അന്യഭാഷ എൻ്റെ ഭാര്യയോട് എനിക്ക് മാതൃഭാഷയിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മാവ് വലിയ കാര്യമൊന്നും നല്ല കാര്യം. ആത്മാവിൽ അന്യഭാഷ സംസാരിക്കണം. ഇനി അടുത്തത് ഞാൻ മറുപടി പറഞ്ഞു വിഷമിക്കൊന്നും ചെയ്യല്ലേ, വായി വരുന്നെങ്കിൽ പറഞ്ഞു. ഫലങ്ങൾ കായ്ക്കണം. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമയും, ദയം, പരോപകാരവും, വിശ്വസ്തയും, സൗന്ദര്യം, ഇന്ദ്രിയൊക്കെ കായ്ക്കണം. ഇനി പരിശുദ്ധാത്മ നിറഞ്ഞ തെളിവ് ഇതിൽ എത്ര ഉണ്ടെന്ന് പരിശോധിക്കൂടെ ചെയ്യണം. ഇനി അടുത്തത് ഇതിൻ്റെ വരം. ആത്മാവിൻ്റെ വരം വേണം, പ്രവചനം വേണം, ഭാഷാ വ്യാഖ്യാനം വേണം, പിന്നെ ദർശനം വേണം, വെളിപ്പാട് വേണം, എല്ലാം വേണം.
ഞങ്ങളെല്ലാം മറന്നുപോയത് പ്രാഥമിക ലക്ഷണം മറന്നുപോയി. ഒന്നും അല്ലെന്നേ, അതൊക്കെ സെക്കൻഡറിയാ. യേശു പറഞ്ഞ്, എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് തരുന്നത്? സുവിശേഷീകരണം. അതൊക്കെ എൻ്റെ പിന്നെ അടുത്ത തലങ്ങളാ. ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ലത്. വരുന്നുണ്ട്, എവിടുന്ന് വരുന്നുണ്ടത്? യോഹന്നാൻ 16:8 പറഞ്ഞു, അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഈ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി പരിശുദ്ധാത്മ വന്നാൽ നമുക്കുണ്ടാകുന്നത്. 1 പാപബോധം, 2 നീതിബോധം, 3 ന്യായവിധി ബോധം. ഈ 3 ബോധമില്ലെങ്കിൽ നമുക്കൊരു ബോധമില്ല. അതതിൻ്റെ സത്യം. അതുകൊണ്ടല്ലേ സഭയിലെ ആൾക്കാർ ബോധമില്ലാതെ പെരുമാറുന്നത്. പട്ടക്കഴുത്തും മുട്ടത്തലയും വലലിയ എല്ലാം നല്ലതാണ്. പക്ഷേ എൻ്റെ വർത്തമാനവും എൻ്റെ പെരുമാറ്റവും ഇടപാടുകളും വിശ്വാസികളോടും സമൂഹത്തോടും കൂട്ടു സഹോദരന്മാരോടും കൂട്ടു ശുശ്രൂഷകന്മാരോടും സുബോധമില്ലാത്തതാണെങ്കിൽ എന്നിൽ ആത്മാവില്ലെന്ന് തന്നെ വിശ്വസിക്കണം. അഭിഷിക്തൻ എന്ന പേരെ എനിക്കുള്ളെന്ന് ഞാൻ കൊണ്ടു നടക്കുന്ന ഈ അഭിഷേകത്തെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 കൺവിക്ഷൻ ഓഫ് ദ സിൻ. തെറ്റ് ചെയ്താൽ ഉള്ളിലൊരു ബോധം തരും പരിശുദ്ധാത്മാവ്. യു ഷുഡ് നെവർ ഹാവ് ടോൾഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയരുതായിരുന്നു. ജഡമല്ല, ജഡം പറയും, ഒന്ന് കോപിക്കും, ദേഷ്യപ്പെടും. പക്ഷേ പരിശുദ്ധാത്മാവ് തന്നെ പറയും, ഈ സാധനം ഞാൻ എടുക്കുന്ന സൈസല്ല. പാപബോധം. 2 എന്താ നീതി. വാട്ട് ഈസ് റൈറ്റ് തിങ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ദൈവവിഷയമായിട്ട് എങ്ങനെ നടക്കണം, നീതിബോധം. 3 ചെയ്യുന്ന സകല പ്രവൃത്തിക്കും ജഡത്തിലും വരുവാനുള്ള ലോകത്തിലും അടിയുണ്ട്, ന്യായവിധി ഉണ്ടെന്നുള്ള ബോധ്യം അകത്ത് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ടീച്ച് ദ ജനറേഷൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് എവിഡൻസ് ദാറ്റ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഞാനും നിങ്ങളും ആത്മാവിൽ നിറഞ്ഞതിൻ്റെ തെളിവ് പാപബോധവും നീതിബോധവും ന്യായവിധി ബോധമാണ്. അതിനോട് ചേർന്ന് പോകുന്നത് അന്യഭാഷയും, അതിനോട് ചേർന്ന് പോകുന്നത് വരങ്ങളും, അതിനോട് ചേർന്ന് പോകുന്നതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷകളും. അതിൽ കുറഞ്ഞ് ആത്മനിറവിനെ സംശയിക്കണം. കുറ്റബോധമില്ലാത്തവരെ പോലെ ആത്മീയ ലോകം അതപ്പതിക്കുന്നതിൻ്റെ കാരണം അവർ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം യഹോവയിൽ നിന്ന് ലഭിച്ച ആത്മാവല്ല, ജഡത്തിൻ്റെ ആത്മാവാണ്. അതെ, ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നാം പ്രാപിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവിനെയാണ്. തിമോത്തിയോസേ, സുബോധത്തിൻ്റെ ആത്മാവിനെയാണ്, ദൈവസ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. ദൈവം പറഞ്ഞു, ഈ ആത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ നിൻ്റെ ഭയം മാറിയിരിക്കും. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് യു വിൽ നെവർ എവർ ബീൻ എ മാൻ ഓഫ് ടിമിഡിറ്റി. നീ ആത്മാവിൽ നിറഞ്ഞതാണെങ്കിൽ. എന്തുകൊണ്ടാണ് ശുശ്രൂഷകന്മാർ, എന്തുകൊണ്ടാണ് അക്ഷരാഭ്യാസം പോലും ഇല്ലാതിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ദൈവദാസന്മാർ കരുത്തോടെ ദൈവസന്നിധി നിന്നതിൻ്റെ കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലമല്ല, സഭയുടെ വരുമാനത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, പഠിച്ച ബൈബിൾ കോളേജിൻ്റെ പാരമ്പര്യമല്ല, അവരിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ നിറവായിരുന്നു. അത്താഴപ്പട്ടണിക്കാരൻ ആത്മാവിൽ ശാസിക്കുമ്പോൾ അശുദ്ധാത്മാക്കളൊക്കെ ഓടിപ്പോയതിൻ്റെ കാരണം അവർ പ്രാപിച്ച അഭിഷേകം മാത്രം വലുതായിരുന്നു. ഇന്ന് രാവിലെ നിങ്ങളും ഒട്ടും വ്യത്യസ്തരല്ല. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് ശക്തിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് കരം വെച്ചിട്ട് ശാസിച്ചാട്ട് അടുത്ത ആൾ തലേ കൈ വെക്കാൻ വേണ്ടി കാത്തിരിക്കാതെ, ബിക്കോസ് യു ആർ റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ്. നീ പ്രാപിച്ചിരിക്കുന്നത് ശക്തിയുടെ അഭിഷേകമാണ്. ഹല്ലേലൂയ. കരം വെച്ച് പ്രാർത്ഥിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗഖ്യമാക്കുകയോ ആക്കാതിരിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ നമുക്കുള്ള ശുശ്രൂഷ കുറയ്ക്കണ്ട. വേദന വരുമ്പോൾ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്താൽ ഞാൻ ഈ രോഗ ആത്മാവിനെ ശാസിക്കുന്നു. ലെറ്റ് യുവർ ബോഡി റിസീവ് എ ഡിവൈൻ ടച്ച് ത്രൂ ദ അനോയിന്റിംഗ് ഗോഡ് ഹാസ് ഗിവൻ യു. ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്താൽ നിങ്ങളുടെ ശരീരങ്ങൾ ഈ സ്പർശനം ഇന്ന് രാവിലെ അനുഭവിക്കട്ടെ. എക്സസൈസ്, അതാണ് നേരത്തെ പറഞ്ഞ ഫാൻ ഇൻ ടു ഫ്ലെയിം. ഓരോ ദിവസവും ഈ കൃപാവരത്തെ നിങ്ങൾ ജ്വലിപ്പിക്കണം, ഷാർപ്പൻ ചെയ്യണം, പോളിഷ് ചെയ്യണം. വർഷത്തിലൊരിക്കൽ കാത്തിരി ഉപയോഗത്തിന് എടുത്തുകൊണ്ട് വരുന്നതല്ല ഇത്. യു നീഡ് ടു ഷാർപ്പൺ ദ ഡേ ബൈ ഡേ. ഇന്ന് പകൽക്കാലം ഒരു ഇരുമ്പ് ആയുധം മൂർച്ച കൂട്ടുന്നത് പോലെ അതിനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 2:7 2 തിമോത്തിയോസ് 2:7. 2 Timothy chapter 2 verse 7. കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി നൽകുമല്ലോ. കർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട. പൗലോസ് പറയാ തിമോത്തിയോസിനോട്, നിൻ്റെ സാഹചര്യവും സാധ്യതകളും കണ്ട് നീ ഭയപ്പെടേണ്ട. ഗോഡ് വിൽ ഗിവ് യു വിസ്ഡം ഇൻ എവറിത്തിങ്. ദൈവം നിനക്ക് സകലത്തിലും ബുദ്ധി തരും. നമ്മുടെ പോരായ്മയുടെ മുകളിൽ ദൈവം തരുന്നത് ആ ദൈവത്തിൻ്റെ ജ്ഞാനം. It's not because of the eloquent skill or not the knowledge we accumulated. We are ministering God's word, or we are preaching, or we are praying, we are speaking in tongues, or we are doing the ministry only because of the wisdom that we receive from above. ഈ ഭൂമിയിൽ ഏതെങ്കിലും അറിവ് കൊണ്ടല്ല ദൈവമക്കളെ. അതൊക്കെ അറിവിൻ്റെ ഭാഗമായിട്ട് കണ്ടേക്കാം. പക്ഷേ സ്വർഗീയ ജ്ഞാനം
അല്ലല്ലേ, അതെന്താണെന്ന് യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വായിക്കുന്നില്ല. സ്വർഗീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം, ബാക്കിയെല്ലാം ജഡമാകട്ടോ, ഭൂമിയിൽ നിന്ന് വരുന്നത്. അത് പൈശാചികമാണ്. ഉയരത്തിലെ ജ്ഞാനത്തിന് മാത്രമേ നമ്മെ നിലനിൽക്കുന്ന വിശ്വാസികളാക്കി നിർത്തുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി നൽകുമല്ലോ. കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഗാഡ് വിൽ ഗിവ് യു വിസ്ഡം. ദൈവം നിനക്ക് ബുദ്ധി തരുമല്ലോ. ഒരു വാക്കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 2, എന്താണ് ഹല്ലേലൂയ ദൈവം അവനോട് കൽപ്പിച്ചത്? അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചത്. എൻ്റെ മകനെ ക്രിസ്തുവേശുവുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2 തിമോത്തിയോസ് 2:3 വാക്യം. ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവകൃപയിലാണ് ഒരു ദൈവഭയത്തിൻ്റെ നിലനിൽപ്പ്. വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് ആൻഡ് വി ആർ സസ്റ്റെയിൻഡ് ബൈ ഗ്രേസ്. നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണ്. നമ്മുടെ നിലനിൽപ്പും ദൈവത്തിൻ്റെ കൃപയിലാണ്. എന്താണ് ഈ ദൈവകൃപ എന്നൊരു വാക്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. ഈ ഒരു വാക്കിൽ പറയുമ്പോൾ ഞാൻ 5 മിനിറ്റ് തീർക്കാൻ പോവുകയാണ്. എന്താണ് ദൈവകൃപ? നിങ്ങൾക്ക് അറിയാവുന്നൊരു ഉദാഹരണത്തിൽ കൊണ്ടുപോകുമ്പോഴാണ്. എവിടെയാണ് പ്രസിദ്ധമായി ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി? ആരോടാ പറഞ്ഞത്? അവരൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു. പുസ്തകം വേണേൽ മടയ്ക്കും. പൗലോസോടാ പറയും. എന്തിനാ പറഞ്ഞത്? കേട്ടില്ല. എന്തിനാ പറഞ്ഞത്? ജഡത്തിലൊരു ശൂലം ഉണ്ടായിരുന്നു. എന്താ ശൂലം എന്തായിരുന്നു? അതിനെക്കുറിച്ച് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് 5 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലുണ്ട്. പൗലോസിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന, മനസ്സിലുണ്ടായിരുന്ന വാട്ട് വർ ദാറ്റ് ബഫറ്റ് ഓർ വാട്ട് വർ വാസ് പ്രിക്കിംഗ് ഹിം ആസ് എ തോൺ, അതെന്താണെന്നുള്ളൊരു 5 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഈ 5 കാര്യങ്ങൾ സഹിക്കുന്നു പറയുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കതിനെ 5 ശൂലങ്ങളുടെ ഞെരുക്കം, തടവ്, ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പൗലോസിൻ്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ട്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒന്നെങ്കിൽ ഒരു വേദനയായിരിക്കാം, ഒരു മുള്ളായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒത്തിരി ഉണ്ട്. വേണേൽ സമയമുള്ളപ്പോൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനെക്കുറിച്ച്. ഐ ലൈക്ക് ടു ഡിബേറ്റ് ഓൺ ദാറ്റ് ടോപ്പിക്. ഓക്കെ. പൗലോസ് പറയുകയാണ്, ഞാൻ ഇതൊക്കെ ഉള്ളപ്പോഴാണ് ദൈവത്തോട് പറഞ്ഞത് ഇതൊന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത്, നമ്മൾ ഈ രോഗസൗഖ്യത്തിന് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കും? സഭായത്തിന് കൂടുതൽ പോകാനാണോ, ജോലിക്ക് സമയത്ത് പോകാനാണോ? അവിടെ പ്രശ്നം. കർത്താവേ, ഇന്ന് രാവിലെ എനിക്ക് അനങ്ങാൻ വയ്യ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എങ്കിൽ ഓവർ ടൈം കൊണ്ടൊന്ന് ചെയ്യാമായിരുന്നു. നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയാൽ, കർത്താവ് ഇന്ന് എനിക്ക് സൗഖ്യം തന്നാൽ ഈ ആഴ്ച മുഴുവൻ ഞാൻ എല്ലാ മീറ്റിങ്ങിനും, അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഏത് കെയർ ഓഫിലാണ് സൗഖ്യം തരേണ്ടതെന്ന്. ആരണ്ട് പറഞ്ഞ കണക്ക് എനിക്ക് കോട്ടയം ടൗണിൽ ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് ആക്കി എല്ലാവർക്കും കൊടുത്തന്നെ. ഇപ്പോൾ ഉള്ള വീടിൻ്റെ ഒരു മുറി പ്രാർത്ഥനയ്ക്ക് കൊടുക്കാത്തവനാണ്. അത് കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ 5 ഏക്കറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന നന്മ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവം തന്ന സാഹചര്യ സമയം കൊണ്ട് പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ്. ദൈവത്തിന് കൊടുക്കണം. പൗലോസിൻ്റെ ശരീരത്തിലൊരു ശൂലം ഉണ്ടെന്ന് ആയിക്കോട്ടെ. 3 പ്രാവശ്യം പാവം പ്രാർത്ഥിച്ചു നോക്കി, ഇതൊന്ന് മാറൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. യേശു പ്രാർത്ഥിച്ച പോലെ തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാനത് അവിടുന്ന് എടുക്കത്തില്ല. അത് എടുത്താൽ നീ അല്ലാതായി മാറും. അപ്പോൾ അതിനൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ മുള്ളിനൊരു സ്തോത്രം. എന്തിനാ? ഇതെടുത്താൽ ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടത്. അത് പാസ്റ്റർ ഷിബു തോമസിനും പാസ്റ്റർ തോമസ് അബ്രഹാമിനും ഇവിടെയുള്ള ദൈവദാസന്മാർക്കും അറിയാം. നിങ്ങൾക്കൊരു മുള്ളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നിങ്ങളാകത്തില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ മുള്ളിരിക്കുമ്പോഴും ഉത്തരീയം വലിച്ചെറിഞ്ഞാൽ രോഗി സൗഖ്യമാകും. ഈ മുള്ളിരിക്കുമ്പോഴും യൂത്തിക്കോസിനെ തഴുകിയാൽ അവൻ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരും. ഈ മുള്ളിരിക്കുമ്പോഴും പ്രൈസ്തലോടലിയ വെളിപ്പാട് കാണാൻ തടസ്സമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മുള്ള് എൻ്റെ അകത്തിരിക്കുമ്പോഴും അതിൻ്റെ മുനയെ കൃപ കൊണ്ട് പൊതിയുന്നൊരു ദൈവം. റീബാന ഹഥരാധകന. ഇന്ന് രാവിലെ എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ആ സമയം കൊണ്ട് ഫിനിഷ് മൈ വേർഡ്സ് ഹിയർ. എൻ്റെ മകനെ ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടാൻ. സഹോദര, 10-40 വർഷമായി ഇതൊരു വല്ലാത്ത വിഷയമായി നീ കൊണ്ടു നടക്കുക. പക്ഷെ അത് 4 പേർ അറിയാതെ പ്രസംഗിപ്പാൻ, അത് ആരും അറിയാത്ത പോലെ പ്രാർത്ഥിപ്പാൻ, അത് 4 പേര് കാണാതെ നിനക്ക് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ തന്നത് നിൻ്റെ വേദനയെ, മുള്ളിൻ്റെ മുനയെ ദൈവം കൃപ കൊണ്ട് പൊതിഞ്ഞതിനാണ്. എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യും? പലവട്ടം പ്രാർത്ഥിച്ചു, എന്തേ മാറാത്തത്? പലവട്ടം വെല്ലുവിളിച്ചു, എന്തേ ഇത് ഓടിപ്പോകാത്തത്? പക്ഷേ സ്വർഗം പറഞ്ഞില്ല. അത് നീ പ്രസംഗിക്കുമ്പോൾ, നീ പാടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഹല്ലേലൂയ വാഹനം ഓടിക്കുമ്പോൾ, നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, നിൻ്റെ വേദന, നിൻ്റെ അകത്ത വേദന 4 പേരറിയാതെ നിന്റെ വേദനയെ, നിന്നയെ, മുള്ളിനെ കൃപ കൊണ്ട് പൊതിയുന്ന ദൈവം. ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഈ കൃപ, നിന്റെ കൃപ എനിക്ക് മതിയെന്ന് അങ്ങനെ പറയുവാൻ എത്ര പേര് തയ്യാറാകും?
കർത്താവെ, ആ കൃപ എനിക്ക് മതി, ആ കൃപ എനിക്ക് മതി കർത്താവേ. അത് മാറിയാലും മാറിയില്ലെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതെ, അത് പോയാലും ഇല്ലെങ്കിലും, രോഗം മാറിയാലും ഇല്ലെങ്കിലും എൻ്റെ രോഗശാന്തി ശുശ്രൂഷ. ഒന്നും കൂടെ എടുത്തു പറയുന്നു, സഹോദരി ദൈവദാസ, 100 രോഗം നിൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോഴും നിനക്ക് ഹല്ലേലൂയ രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം. കാരണം നിന്നെ പൊതിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകനെ, ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. അങ്ങനെയുള്ള നിന്നെയാണ് ഞാൻ പടയാളിയായി ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിക്കട്ടെ. ഈ പകൽക്കാലം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു.